നമസ്കാരം. ദൈവത്തെ നിന്ദിച്ചു നടന്നിരുന്നവരും ദൈവത്തിന്റെ മുതൽകെട്ട് സുഖിച്ചു വാണിരുന്നവരും ആ കൊള്ളസംഘത്തിലുണ്ടായിരുന്ന ദൈവ പൂജ ചെയ്തിരുന്ന കപടവിശ്വാസികളും ഒന്നില്ലാതെ ജയിലിലായി. 85 വയസ്സുള്ള കള്ളക്കിളവൻ ശങ്കരദാസനെ മര്യാദയ്ക്ക് പിടിച്ച് അകത്തിടാൻ കോടതി അന്വേഷണ സംഘത്തോട് ആജ്ഞാപിച്ചു. കള്ളനായ തന്നെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇയാൾക്ക് പക്ഷാഘാതം വന്ന് ആശുപത്രിയിലായി. നക്ഷത്ര സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചിലവഴിക്കുന്നതും സ്വാമി അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ച പണം തന്നെയാണ്. ശങ്കർദാസിന്റെ അറസ്റ്റോടുകൂടി നിരീശ്വരവാദികൾക്ക് പോലും സ്വാമി അയ്യപ്പനിൽ വിശ്വാസം വന്നു തുടങ്ങി. അതൊരു സത്യമാണ്. കാരണം ഈ ശങ്കർദാസന്റെ മകൻ ഹരിശങ്കർ കോട്ടയം SP ആയിരുന്നപ്പോഴാണ് കേരളത്തിന് അപമാനമായ ബിന്ദു അമ്മിണി, രഹന ഫാത്തിമ, കനകദുർഗ എന്നിവരെ ഇടതുപക്ഷ പോലീസിന്റെ സഹായത്തോടെ ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ എത്തിച്ചത്. ഈ 3 സ്ത്രീകളിൽ ആരാണ് ദൈവവിശ്വാസികൾ? വിശ്വാസികൾ അല്ലാത്തവരെ സന്നിധാനത്ത് എത്തിച്ചത് ആചാരങ്ങളെ തകർക്കാൻ വേണ്ടി മാത്രമല്ലേ? ഇപ്പോൾ കിളവൻ തന്തയെ പോലീസ് തൂക്കിയപ്പോൾ പുത്രൻ പോലീസിന് മനസ്സിലായി കാണും കലികാല വരദനായ അയ്യപ്പ സ്വാമിയുടെ സൂപ്പർ പവർ. പുകമറയെ തിനിയുള്ളവർ ഒരാൾ പോലും രക്ഷപ്പെടില്ല എന്ന് ഇതോടുകൂടി ഉറപ്പായി. ബഹുമാന്യ ജസ്റ്റിസ് A. ബദറുദ്ദീൻ അയ്യപ്പ സ്വാമിയുടെ അംശമാണ്. സത്യത്തിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത് മറ്റ് 2 നാണംകെട്ടവരെ കുറിച്ചാണ്. ഒന്ന് സുകുമാരൻ നായരും മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശനും. കേരളത്തിലെ പ്രബലമായ 2 സമുദായ സംഘടനകളുടെ നേതാക്കൾ ചമഞ്ഞിരിക്കുന്ന നെറികെട്ടവർ. ഈഴവ സമുദായത്തിന്റെ തല എന്നവകാശപ്പെടുന്ന നടേശൻ സ്വർണക്കൊള്ളക്കാരുടെ നേതാവായ പിണറായി വിജയന്റെ സ്റ്റേറ്റ് കാറിൽ യാത്ര ചെയ്ത് അഹങ്കരിക്കുന്നു. നായന്മാരുടെ നേതാവ് എന്ന ഹുങ്കുള്ള സുകുമാരൻ നായർ അവിശ്വാസികളുടെ അയ്യപ്പ സംഗമ നാടകത്തിൽ NSS പ്രതിനിധിയെ അയച്ച് പിണറായിയെ വല്ലാതെ സുഖിപ്പിക്കുന്നു. ഇതൊന്നും സമുദായ ഉന്നമനത്തിന് വേണ്ടിയല്ല, സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി മാത്രം. NSS, SNDP ഹൈന്ദവ സംഘടനകളുടെ ഏറ്റവും വലിയ നാണക്കേടാണ് ഈ 2 കടൽക്കിടുവന്മാർ. ഇടത് സർക്കാർ നിയോഗിച്ച മുൻ ദേവസ്വം ബോർഡ് മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടും ഈ സ്വർണക്കൊള്ളക്കാർക്കെതിരെ ഒരു വാക്കുരിയാടാൻ നട്ടല്ലില്ലാത്ത കിളവന്മാർ. ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും പേരുകൾ ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത 2 സമുദായ വഞ്ചകരാണ്. സമുദായ വിശ്വാസികൾ പിരിച്ചു നൽകുന്ന കോടിക്കണക്കിന് രൂപ വാങ്ങി ഉണ്ടുറങ്ങി സുഖിച്ചു ജീവിക്കാൻ നാണമില്ലാതെ പോയല്ലോ ഇവർക്ക്. മറ്റു സമുദായങ്ങളിൽ ഇങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ ഉളുപ്പില്ലാത്ത ഇവരെ പോലെയുള്ളവരെ ചൂലുകൊണ്ടടിച്ച് ചാണകവെള്ളം തളിച്ച് നാട് കടത്തുമായിരുന്നു. ഹൈന്ദവ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത, ഹൈന്ദവ ക്ഷേത്രം മുതൽ മുഴുവൻ കൊള്ളയടിച്ചവർക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാത്ത 2 ഹിന്ദുക്കൾ: സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശൻ. മൂട്ടിൽ ആൽ ഉരുത്താൽ അതും ഒരു തണൽ തന്നെ. കലികാലം